സുജാതയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇടവേള ബാബു. സുജാതയെപ്പോലെ ഒരു മടിച്ചി ഈ ലോകത്തിലെങ്ങും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രോഗ്രാമിന് വിളിച്ചാൽ നോ പറയാൻ വേണ്ടി പല കാരണങ്ങളും പറയുമെന്നും ബാബു പറയുന്നുണ്ട്. സുജാതയെ പ്രോഗ്രാമിന് സമ്മതിപ്പിക്കാൻ പ്രയാസമാണെന്നും ബാബു കൂട്ടിച്ചേർത്തു. സുജാത വീട്ടിലിരിക്കുന്നത് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന് കാഞ്ചനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇടവേള ബാബു പറഞ്ഞു. സുജാത ചേച്ചിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരു മടി ലോകത്തിൽ ആർക്കുമില്ല. ചേച്ചിയെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ എന്തൊക്കെ കാരണങ്ങളാണ് പറയുക എന്നറിയൂ. ആ മോനെ, ഞാൻ ആ ഡേറ്റിന് ഫ്രീ അല്ല എന്ന് പറയാൻ വേണ്ട, പട്ടിക്ക് സുഖമില്ല, പൂച്ചയെ നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്ത് കളയും. ചേച്ചി നോ പറയാനാണെന്ന് നമ്മൾക്കറിയാം. അതിനുവേണ്ടിയുള്ള വട്ടച്ചുറ്റലുകളൊക്കെ നടത്തും. പ്രോഗ്രാമിന് വേണ്ടി ചേച്ചിയെ സമ്മതിപ്പിച്ചെടുക്കുക ചില്ലറ പണിയല്ല. ചേച്ചി വീട്ടിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഇടവേള ബാബു പറഞ്ഞു. അഭിമുഖത്തിൽ KS ചിത്രയെക്കുറിച്ചും ഇടവേള ബാബു പറയുന്നു. ചിത്ര ആദ്യം പാടുന്നതിന് ദൃക്സാക്ഷിയാണ് ഞാൻ. ഇടവേള സിനിമയുടെ ഡബ്ബിംഗ് പാരലായിട്ടാണ് ഞാൻ ഏകനാണ് എന്ന സിനിമയുടെ മ്യൂസിക് നടക്കുന്നത്. ദാസേട്ടൻ പാടാൻ വരുന്നത് ഞങ്ങൾ കാത്തിരുന്നു. അന്ന് ചിത്രാഞ്ജലിയിൽ തന്നെയാണ് താമസം. അന്ന് സ്റ്റുഡിയോ പുതുക്കിപ്പണിത് പുതുതായിട്ടുള്ള സമയമാണ്. നമ്മൾ അവിടുത്തെ അന്തേവാസിയായി. ദാസേട്ടൻ പാടാൻ വരുന്നു. ദാസേട്ടൻ പാടാൻ വന്നപ്പോൾ ചെരുപ്പിലൊക്കെ തൊട്ട് നമസ്കരിച്ചു. അന്ന് ദാസേട്ടന്റെ കൂടെ ഒരു പുതിയ ബിരുദമാണ് പാടിയത്. ആ കുട്ടി അസലായിട്ട് പാടിയിരുന്നു. ദാസേട്ടൻ വന്നതോടുകൂടി ആ കുട്ടിയുടെ ശബ്ദമൊക്കെ പോയി. ആകെ എന്തോ ആയി. ആദ്യമായി ദാസേട്ടന്റെ കൂടെ പാടാൻ വരുന്നവരുടെ മുട്ട് കൂട്ടിയിടിക്കും. അത് വേറൊരു കാര്യം. ഇത് കഴിഞ്ഞ് ദാസേട്ടൻ പോകുമ്പോൾ MGയോട് പറയുന്നത് കേട്ടു, ഞാൻ പോയി കഴിഞ്ഞ് ഒരു ടേക്ക് എടുത്തോളൂ എന്ന്. ദാസേട്ടൻ പോയി കഴിഞ്ഞിട്ട് സുന്ദരമായിട്ട് പാടി.